ഞാപ്പാ ഇപ്പഴത്തൊന്നും ഇപ്പൊ നമ്മളെ കാശ്മീർ ട്രിപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല. ആടാ മൊത്തത്തില് സീനേക്കണല്ലേ അവിടെ. അവിടെ ഇപ്പൊ ഇസ്ലാമിന്റെ പേരും പറഞ്ഞ കുറച്ച് തീവ്രവാദികളെ ആകെ സീനാക്കിന്. മൊത്തത്തിൽ വന്ന സഞ്ചാരികളൊക്കെ പഹൽഗാമോ അങ്ങനത്തെ സ്പേസിൽ ആകെ ആൾക്കാരൊക്കെ വെടിവെച്ച് മൊത്തത്തെ സീനാണ് ഇപ്പൊ അവിടെ. അവിടെ സഞ്ചാരികൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തി. അല്ല ജയ്സലെ, ഇവലൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണോ? ഇവല് പഠിച്ചോ നമ്മൾ പഠിച്ചനൊക്കെ വെവ്വേറെ. നമ്മൾ ഇങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലല്ലോ, എങ്ങനെ ഇവൽക്കൊക്കെ ഇതൊക്കെ ചെയ്യാൻ കഴിയണല്ലേ? പൊന്നാര കുഞ്ഞപ്പ സത്യം പറയാലോ, ഇതൊക്കെ ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് കള്ള പ്രചരണം നടത്താൻ, തീവ്രവാദം നടത്താണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ഭയങ്കര കൂട്ടമായ പല ടീമുകളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇസ്ലാമിന്റെ പേരും വെച്ച് വേറെ എന്തൊക്കെയോ അജണ്ടകൾ നടപ്പാക്കാനുള്ള പരിപാടിയാണ്. ഇതൊന്നും ആര് കണ്ട് ഇതൊക്കെ മുസ്ലിംസ് ആണ് ചെയ്യണെന്ന്? ആരാണ് ഇപ്പൊ ആ ചെയ്യണൊക്കെ മുസ്ലിംസ് ആണ്? ഇപ്പൊ നമുക്ക് ഉറപ്പുണ്ടോ? അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് റസൂലിനെ ഇഷ്ടപ്പെട്ട് ഖുറാനൊക്കെ ഓതി മര്യാദക്ക് നടക്കുന്ന ഒരു മുസ്ലിംസിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും? ഖുറാനിൽ എന്താ പടച്ചോൻ പറഞ്ഞത്? ഒരു 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 മനുഷ്യനെ കൊന്നാല് ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നതിനുള്ള കുറ്റം കിട്ടും. ഒരു മനുഷ്യനെ രക്ഷിച്ചാല് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ രക്ഷിച്ചതിന്റെ കൂലിയും കിട്ടും. പിന്നെ എങ്ങനെ ഇതൊക്കെ പഠിക്കണേ നമുക്ക് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാടാ ഇങ്ങനെ തീവ്രവാദം ആൾക്കാരെ കൊല്ലാനൊക്കെ തോന്നുക? ഇതാണ് ഇസ്ലാം പഠിപ്പിക്കണേ. ഇസ്ലാം ഒരിക്കലും തീവ്രവാദം പഠിപ്പിക്കണില്ല. ഇതിപ്പോ നമ്മള് മാത്രം മനസ്സിലാക്കിയ പോലെ ജനങ്ങളും കൂടി ഇത് മനസ്സിലാക്കണം.